ആഞ്ചലസിൽ പടരുന്ന കാട്ടുതീയിൽ 5 മരണം, നിരവധി പേർക്ക് ഗുരുതരമായ പൊള്ളൽ. വിവരങ്ങളുമായി ആതിര ധർമ്മരാജ് ചേരുന്നു. ആതിര, കാട്ടുതീയിൽ 5 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ കാട്ടുതീ പടരാനുള്ള സാഹചര്യം, വിവരങ്ങൾ. തീർച്ചയായിട്ടും വൃന്ദ, തെക്കൻ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് കാട്ടുതീ എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെയോടെ അത് തീവ്രമായി മാറുകയായിരുന്നു. ഇന്നത്തോടെ ചെറിയ രീതിയിൽ ശമനമുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും കാട്ടുതീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ അപകടത്തിൽ അല്ലെങ്കിൽ കാട്ടുതീയിൽ 5 പേർ മരിച്ചിട്ടുണ്ട്, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 15,000-ഓളം ഏക്കറോളം ഭാഗത്ത് ഇത്തരത്തിൽ കാട്ടുതീ വിന്യസിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. 1.5 ലക്ഷത്തോളം പേരെ ഗവൺമെന്റ് ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ പരിക്കേറ്റവരിൽ അല്ലെങ്കിൽ പൊള്ളലേറ്റ ഗുരുതരമായി തുടരുന്ന ആളുകളിൽ 90% പൊള്ളലേറ്റവരാണ് കൂടുതൽ പേരുമെന്നാണ് അറിയുന്നത്. ഇത് ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഈ കാട്ടുതീയുമായി ബന്ധപ്പെട്ട ഗുരുതരമായി നിൽക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഈ ഭാഗത്തെ നിരവധി പേരെ ഗവൺമെന്റ് ഒഴിപ്പിച്ചെങ്കിൽ പോലും ഈ കെട്ടിടങ്ങളൊക്കെ തകരുന്ന നിലയിലാണ്. 1000-ഓളം കെട്ടിടങ്ങൾ ഇതുവരെ തകർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ 13,000 കെട്ടിടങ്ങൾ ഇപ്പോഴും അപകട ഭീഷണിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ലോസ് ആഞ്ചലസിനെ കാട്ടുതീ പിടിച്ചമർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ വെള്ളമില്ലാത്തതടക്കമുള്ള കാര്യങ്ങൾ, ഈ ഭാഗത്തുള്ള വെള്ളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, വെള്ളം ലഭിക്കാത്ത കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കാട്ടുതീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ വൈകിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായി തുടരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഫയർഫോഴ്സ് അടക്കം വലിയ തരത്തിലുള്ള സേനകൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ഈ തീ അണയ്ക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യം ഇപ്പോൾ തുടരുന്നുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ബുധനാഴ്ചത്തെ അപേക്ഷിച്ച് ഇന്ന് കാട്ടുതീ ചെറിയ രീതിയിലെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണ തോതിൽ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും 5 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വൃന്ദ.